നല്ലൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും പൊറോട്ടയ്ക്കും വരെ ഇത് നന്നായിട്ട് ചേരും. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെച്ച് കേരള. ചട്നിക്ക് വേണ്ടി 200 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 പേർക്കുള്ള അളവാണ് പറയുന്നത്. തക്കാളി 200 ഗ്രാം, ഉള്ളി ഒരു 60-65 ഗ്രാം എടുത്തിട്ടുണ്ട്. ഏകദേശം തക്കാളിയുടെ 1/3 അളവ് വരും. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർ യു ക്യാൻ യൂസ് എനി വെജിറ്റബിൾ ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കാരമലൈസ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇപ്പം ചെറുതായിട്ടൊന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഉള്ളി ഇതേപോലെ തന്നെ ഒരുപാട് അങ്ങ് ബ്രൗൺ ആവുമൊന്നും വേണ്ട. അത് സോഫ്റ്റ് ആയിട്ട് അതൊന്ന് ഒരു ചെറിയൊരു ട്രാൻസ്പെറൻസി വന്നാൽ മാത്രം മതി. കണ്ടോ, ഉള്ളി ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ടൊമാറ്റോസ്, തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യമില്ല, ശരിക്കും കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ഇളം തീയിലാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. ഒരു കുറച്ചൊന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ, തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി വേവിക്കുന്നത് തക്കാളി ഒന്ന് നല്ലോണം സോഫ്റ്റായി നമ്മൾ തവി കൊണ്ട് ഉടച്ചാൽ നല്ലോണം ഉടയത്തക്ക വിധത്തിലുള്ള പാകത്തിന് വേവിച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ 1.5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തക്കാളി നല്ലോണം സോഫ്റ്റായി തവി കൊണ്ട് ഇളക്കുമ്പോൾ ഈസി ആയിട്ട് ഉടഞ്ഞു കിട്ടുന്ന പരുവത്തിനായി. ഇപ്പോൾ ഫ്ലെയിം മീഡിയം പൊസിഷനിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, ഈ ഒരു ചൂട് നിൽക്കുന്ന പരുവത്തിൽ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതിനൊരു നല്ലൊരു നിറം കൊടുക്കാൻ സഹായിക്കും. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ആ ഒരു ചൂടിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് വേവുന്നവരെ ആ ചൂട് നിലനിർത്തുക. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ, അത് വെന്തൂന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. വല്ലാതെ സ്മൂത്തും ആയി പോകരുത്, വല്ലാതെ കോസും ആയി പോകരുത്, തരിതരിപ്പും ആയി പോകരുത്. ആ ഒരു പാകത്തിന്, മീഡിയം പാകത്തിന് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താളിപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. പാൻ അടുപ്പത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 5-8 മണി ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അധികം വൈകാതെ തന്നെ തീ ഓഫാക്കാം. ഇല്ലെങ്കിൽ ചുവന്ന മുളക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, എല്ലാവർക്കും അറിയാം. ആ ഒരു പരുവത്തിന് എടുക്കുക. തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ആ അരച്ചതിൻ്റെ ടെക്സ്ചർ കണ്ടോ, അധികം സ്മൂത്തും അല്ല എന്നാൽ അധികം തരിതരിപ്പും അല്ലാത്ത പാകത്തിനാണ്. ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്.
ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള തക്കാളി ചട്നി വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ബൈ ഫ്രം ധന്യ.